അപ്പോൾ നമ്മളെ ഓപ്പസിന്റെ അടുത്ത സാധനം രണ്ടെണ്ണം ഒത്തു വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇത് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് പ്രിന്ററാണോ ആക്സസറീസ് ആണെന്ന് തോന്നുന്നു. ഇതാണ് ക്ലീനിങ് സൊല്യൂഷൻ. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും. ഇത് മഷി DTFന്റെ ഇത് നീല എന്ന് നമ്മൾ പറയും, ബുദ്ധിയുള്ളവർ സിയാൻ എന്ന് പറയും. ഇതിനെ നമ്മൾ മജന്റെന്ന് പിങ്ക് എന്നൊക്കെ പറയാം, നമ്മൾ സാധാരണ ആൾക്കാർക്കുള്ളത്. ഇത് യെല്ലോ, ഇത് നമ്മൾ സാധാരണ ആൾക്കാരല്ലോ. ഒരെണ്ണമുണ്ട് വൈറ്റ്, അല്ല ഒരെണ്ണമുണ്ട് രണ്ടെണ്ണമാണ് വൈറ്റും ബ്ലാക്ക്. ഇത് DTF ഇങ്ക് റിമൂവർ, വൈനൽ DTF റിമൂവർ ആണ്. ഇതാണ് മോനിയെ സാധനം. ഈ സാധനത്തിലാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. ഇതാണ് DTF പൗഡർ. ആക്ച്വലി ഇതാണ് നമ്മുടെ ടീഷർട്ടിൽ ഒട്ടിക്കാനുള്ള സാധനം. ഇനി ഒരു പാക്കേജ് കൊണ്ട് വരാണ്ട് അത് ഇന്ന് വരുമെന്നുള്ള പ്രതീക്ഷ മിക്കവാറും ഒത്തിരി രണ്ടും ഒരേ സ്ഥലത്താണ് കിടന്നത്. പക്ഷെ രണ്ട് ക്യാരിയേഴ്സ് ആണ്. ഒരു ഡെലിവറിയാണ് കൊണ്ടുവന്നെങ്കിലും മൂന്ന് ഇതായിരുന്നു വരുന്ന ക്യാരിയർ. എൻ്റെ ഫ്രാഞ്ചൈസി വേറെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും മൂന്ന് സമയത്ത് എത്തിയത്. പ്രിന്റർ മിക്കവാറും എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വരും. കാരണം അതും ഒരേ സ്ഥലത്താണ് കാണിച്ചുകൊണ്ടിരുന്നത്. ട്രാക്കിങ്ങിൽ സെയിം ആണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇത് വന്നെങ്കിൽ നാളെയെങ്കിലും അത് എത്തണം. നാളത്തോടെ കൂടി നമ്മൾ പ്രിന്റിങ് ആരംഭിക്കുന്നതാണ്. പലരും ഇവിടെ പ്രിന്റ് ചെയ്തോളാൻ വയ്യാതിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പുറത്തോടെ പിടി, അതൊക്കെ അവിടെ വൈഡേ. അപ്പോൾ നമ്മളെ ഫൈനൽ സാധനം ഇതായിരിക്കുന്ന അറ്റ് ലാസ്റ്റ് നമ്മൾ ഫൈനൽ അൺബോക്സിംഗ് ആണ് നെസ്റ്റോപ്പസിന്റെ. അപ്പോൾ അത് നല്ലൊരു ബോക്സിലാണ് വന്നത്. നല്ല പണിയുണ്ടായിരുന്നു. കട്ട് ചെയ്തെല്ലാം വന്നപ്പോഴത്തേക്കും വന്ന ബോക്സും എല്ലാം നല്ല സ്ട്രോങ് ബോക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ ഒരു ടേബിളെല്ലാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പൗഡർ ഷേക്കർ. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. ഇതെല്ലാം കൊണ്ടും സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്യാനായിട്ട് തന്നെ ഒരുപാട് ടൈം എടുത്തു. കാരണം എല്ലാം പല പീസായിട്ടാണ് വന്നത്. പിന്നെ പാക്കേജിങ് നല്ല സ്ട്രോങ് ആയിരുന്നു. ഒരു അത്യാവശ്യം നല്ലോണം പാക്ക് ചെയ്ത്, കാരണം ഡൽഹിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇത്രയും കിലോമീറ്റേഴ്സ് പല ട്രാൻസിറ്റൊക്കെ മാറിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഒരു മാക്സിമം നല്ല രീതിയിൽ തന്നെ പാക്കേജിങ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇത് ചരിച്ചാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു അലൈൻമെൻറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതെല്ലാം ടെക്നീഷ്യനെയൊക്കെ വിളിച്ച് ക്ലിയർ ചെയ്ത് ഒരുപാട് സമയം എടുത്തു സെറ്റപ്പ് ചെയ്ത് എടുക്കാനും. ഇതെല്ലാം ഓരോന്നും അറ്റാച്ച്മെൻറ്റ് അവർ സെപ്പറേറ്റ് അയച്ചിരുന്നു. കുറച്ച് അഡീഷണൽ സാധനങ്ങൾ, ഡാമ്പേഴ്സ് കാര്യങ്ങൾ, ഇതെല്ലാം അവർ അഡീഷണൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് വയർലെസ്ലി കൺട്രോൾ ചെയ്യാനുള്ളൊരു മോഡ്യൂളാണ്. പിന്നെ എൻ്റെ കേബിൾസ് കാര്യങ്ങൾ, മെയിൻലി നമുക്ക് കേബിൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ RJ45 ആണെങ്കിലോട്ടുള്ള കണക്ഷൻ, വേറെ കണക്ഷൻസ് ഒന്നും ഇല്ല ഇതിലോട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡാമ്പേഴ്സ് എക്സ്ട്രാ കിട്ടിയത്. സിറിഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കീ എല്ലാം നല്ല സീൽഡ് ആയിട്ടാണ് വന്നത്. അതിൻ്റെ സോഫ്റ്റ്വെയറും ഡോങ്കിളുമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് സെറ്റപ്പ് ചെയ്ത് തീർക്കാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. അതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാം നമുക്ക് ഓൺലൈൻ വീഡിയോ കോളിലും അല്ലാതെയൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ടയർഡായിരുന്നു. അപ്പോൾ ജസ്റ്റ് സെറ്റപ്പ് കഴിഞ്ഞു, ഒരു ടെസ്റ്റ് പ്രിന്റ് അടിച്ച് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ബാക്കി ഒരുപാട് കോൺഫിഗറേഷൻ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നെക്സ്റ്റ് ഡേ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.